ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ നിമിഷം വരെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഞങ്ങളുടെ സംസാരത്തിൽ, ഞങ്ങളുടെ ബുദ്ധിയിൽ, ഞങ്ങളുടെ ഭാവനയിൽ, ഞങ്ങളുടെ ചിന്തയിൽ കർത്താവേ അങ്ങേക്കെതിരായി എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ട്, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധരത്വം കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ഉച്ച മുതലുള്ള കാല് വരെ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ സഹായകനെ കടന്നു വരണമേ. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവേ ഇന്ന് ഞങ്ങൾക്ക് യേശുവിന് വേണ്ടി ചെയ്യണം. ഞങ്ങളുടെ ആത്മാവും ശരീരവും ബുദ്ധിയും മനസ്സും ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അമ്മേ ഈശോയോട് പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, പുണ്യാളന്മാരെ, മാലാഹഗണങ്ങളെ, ഈശോയുടെ 12 ശിഷ്യന്മാരെ, മദർ തെരേസെ, ജോൺ പോൾ മാർപ്പാപ്പായ, അൽഫോൻസാമെ, ഗബ്രിയേൽ മാലാഹ, റാഫേ മാലാഹെ, മിഖേൽ മാലാഹെ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഈശോയെ അവിടുത്തെ വിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടായിരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഇന്ന് പരിശുദ്ധ കുർബാന കണ്ടപ്പോൾ അച്ഛൻ വായിക്കുന്ന ലേഖനം, സുവിശേഷം കേട്ടിട്ട് അതിനെപ്പറ്റി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 1.5 മണിക്കൂർ എടുത്ത് പറയുന്ന ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ്. അത് നിങ്ങളോട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40 മുതലുള്ള വചനങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സീനാഗോഗിലെ ഒരധികാരിയായ ജെയ്റോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്, ഒരു സീനാഗോഗ് അധികാരി എന്ന് പറയുന്നത് ഒരു പ്രതാപം ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എളിമയാണ്. അദ്ദേഹം വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ 12 വയസ്സ് പ്രായമുള്ള മകള് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. യേശുവിനോട് പറയുകയാണ്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുകയാണ്. ആ സീനാഗോഗ് അധികാരിയുടെ ഒരു ജെയ്റോസിൻ്റെ ഒരു എളിമയാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കുതിരവണ്ടി അയക്കുകയോ അല്ലെങ്കിൽ ഒരു ഭൃത്യനെ ഒരു ലെറ്ററൊക്കെ കൊടുത്ത് അയക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. യേശുവിൻ്റെ മുന്നിൽ വന്ന് കാൽക്കൽ വീണ് എളിമയോടുകൂടി പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. 1 പത്രോസ് 5:6 പറയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും എളിമയോടുകൂടിയും താഴ്മയോടുകൂടി നിന്ന് കഴിയുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം, ഞാനീ പറയുന്നതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ദുബൈയിലായിരിക്കുമ്പോഴേ ഞാൻ ഒരു പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാനങ്ങനെ നമ്മുടെ ജോലിയൊക്കെ വിട്ട് ബോംബെ വന്ന് സ്ഥിരതാമസമാക്കാനായിട്ട് അടച്ചിട്ടിരുന്ന ഫ്ലാറ്റിനകത്ത് താമസമാക്കാനായിട്ട് കടന്നു വരുന്ന സമയം ഞാൻ മിരാർ റോഡ് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ എളിമപ്പെടുന്നതുകൊണ്ട് തമ്പുരാൻ തരുന്ന അനുഗ്രഹത്തെപ്പറ്റി പറയുകയാണ്. ഞങ്ങളുടെ മിരാർ റോഡ് സെൻറ്റ് തോമസ് ചർച്ചിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കി, ഒരു തരത്തിലും നടന്നില്ല. എനിക്കാകെ വിഷമമായി. കാരണം അന്നൊക്കെ ഞാൻ തമ്പുരാനോട് കൂടി ചേർന്ന് നടന്നിരുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഒരവസരം വന്നത്. അതായത് എൻ്റെ വൈഫും ഞാനും എൻ്റെ മോനും ലൂസിയുടെ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങൾ തൃശ്ശൂരിന് ഒരു പോക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളൊരു വണ്ടി എടുത്തിട്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ ലൂസിയുടെ ഇളയപ്പം പറയുകയാണ്, ഇവിടെ ജെറുസലേം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ നീ ഒന്ന് പോകണമെന്ന് പറഞ്ഞു എന്നോട്. ഹല്ലേലൂയ. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേ അതിൻ്റെ വാതിൽക്ക് തന്നെ ഹാർട്ടിനകത്ത് വലിയൊരു കുരിശ് നാട്ടി ഒരു സ്റ്റാച്ചു ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആത്മീയത നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മാധ്യമത്തിലൂടെയും സിനിമയിലൂടെയും എൻ്റർടൈൻമെൻറ്റിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചുറ്റുപാടും
ഇവരൊരു 8 പേരുണ്ട്. അവരെല്ലാം നിൽക്കുകയാണ്. ഞാൻ അവരുടെ മുന്നിൽ വെച്ച് മുട്ടുകുത്തി ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, എനിക്ക് തിരിച്ചു പോകണം. എളിമപ്പെട്ട് വളരെ താഴ്മയായിട്ട് നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് തിരിച്ചു പോകണം. എനിക്കവിടെ ഡെസർട്ട് പ്രാർത്ഥനകളുണ്ട്. ഞാനവിടെ വചനമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും തന്നെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് മുട്ടുമേ നിന്ന് ഒരു 1/2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് എൻ്റെ ചുറ്റിനും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയുടെ ഒരു ഫോൺ വന്നു. ഒരു ജോർജ് വിളിച്ചിരുന്നു ദുബൈയിൽ നിന്ന്, നീ അർജൻറ്റായിട്ട് അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പിറ്റേ ദിവസം തന്നെ ജോർജിനെ വിളിക്കുമ്പോൾ, അതായത് വേറൊന്നുമില്ല, ആ ദിവസം തന്നെ, അതാണ് ഒരു ഭയങ്കര ഒരു അനുഭവം. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ദിവസം തന്നെ ജോർജ് വിളിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ജോർജിന് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ജോർജ് പറഞ്ഞു, ചേട്ടായി, അവിടുത്തെ GM ആണ് ജോർജ്, ചേട്ടായി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. ഞാൻ വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറയുകയാണ്. പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. 1 മാസം കൊണ്ട് എനിക്ക് എൻ്റെ വിസയെല്ലാം വന്നു. ഞാൻ അവിടെ ചെന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചെറിയ ജോലി ആയിരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ജോർജ് എന്നെ പിറ്റേ ദിവസം രാവിലെ പിടിച്ചു കൊണ്ടുപോയി ഒരു 24 പേര് ജോലി ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കൊണ്ടുവന്നു. അതിനകത്ത് ഗ്ലാസ് ഇട്ട് ഒരു ഓഫീസും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ അകത്തൊരു സീറ്റുണ്ട് ഒരു മാനേജർക്ക് ഇരിക്കാൻ. എന്നോട് പറഞ്ഞ്, ചേട്ടായി ഇന്ന് തൊട്ട് ഈ മാർക്കറ്റിൻ്റെ മാനേജറാണ്, ഇൻചാർജാണ്. ഹല്ലേലൂയ! ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, എളിമപ്പെട്ട് പ്രാർത്ഥിച്ച ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജോർജിനെ സ്പർശിച്ചു. ഉടനെ ജോർജ് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അവൻ്റെ ജെയ്റോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. നീ യേശുവിൻ്റെ മുന്നിൽ എളിമപ്പെട്ട് കാൽക്കൽ വീണ്, നീ പാവിയോ ബലഹീനനോ എന്തുവാണേലും ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ കാൽക്കൽ വീണ് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നോളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നോളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. യേശുവിനൊരു കാര്യമുണ്ട്. യേശു എപ്പോൾ ഇറങ്ങിയാലും പുറകെ ആൾക്കാർ വന്ന് തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം കുറേ ആൾക്കാർ കുറ്റം കണ്ടുപിടിക്കാൻ, കുറേ ആൾക്കാർ അവനെ അനുകൂലിക്കുന്നവർ, കുറേ ആൾക്കാർ അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ വേണ്ടി നടക്കുന്നവർ, ഇങ്ങനെ എപ്പോഴും തിരക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ! ഈ തിക്കും തിരക്കിനും ഇടയിൽപ്പെട്ട് 12 വർഷത്തോളം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ യേശുവിനെ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്ന് തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, എന്നെ ആരോ സ്പർശിച്ചു. എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടുവെന്നും എല്ലാ ജനങ്ങളുടെ മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. നോക്കി, എല്ലാവരുടെ മുന്നിലും ഒരു സാക്ഷ്യം പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ തമ്പുരാൻ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും മനുഷ്യരോട് ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് പറയണം. തമ്പുരാനും മഹത്വത്തിന് വേണ്ടി നമ്മളത് സാക്ഷ്യപ്പെടുത്തണം. ഇതാണ് ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീനഗോഗധികാരികളുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. യേശു ഇത് കേട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. നോക്കിക്കേ, യേശു കടന്നു പോകുമ്പോൾ ഒരു ഭൃത്യൻ കൂടി വന്നിട്ടുണ്ട്. എന്തിനാണ് ഗുരുവിനെ അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകുന്നത്? അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല, മകൾ മരിച്ചുപോയി. സഹോദരങ്ങളെ, ഒരു നമ്മുടെ ഭവനത്തിലോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ, സാമ്പത്തികമായ വലിയൊരു കടബാധ്യത വന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു രോഗം വന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടിനൊരു അസ്വസ്ഥതയുണ്ടായി, നമ്മൾ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലോ ഒരു പള്ളിയിലേക്കോ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള വ്യക്തികൾ പറയും, നീ എവിടെ കടന്നു പോയിട്ടും കാര്യമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല, 1 കോടി രൂപ നിനക്ക് കടമുണ്ടോ, അതൊരിക്കലും വീടാൻ പോകുന്നില്ല, നിനക്ക് ക്യാൻസർ രോഗമാണോ, അതൊരിക്കലും വിട്ടുപോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ തടസ്സപ്പെടുത്താനായിട്ട് വരും.
കാരണം നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിലോ പള്ളിയിലോ പോയി നമ്മുടെ യേശുവിനെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് സമാധാനമായിട്ട് വരുവാൻ നോക്കുന്ന സമയമാണ്. ഇങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ എതിർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കൊള്ളുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ബുദ്ധിമുട്ടിക്കേണ്ട. യേശു ഇത് കേട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടി അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെയും പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നത് കൊണ്ട് അവർ അവനെ പരിഹസിച്ചു. ഹല്ലേലൂയ. ഈ പരിഹാസം എല്ലാ പ്രാർത്ഥനക്കാർക്കും കിട്ടുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിത അനുഭവം വെച്ചാണ് ഞാൻ പലപ്പോഴും വചനം പറയാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാനും ഇതുപോലെ പ്രാർത്ഥിച്ച് തിളച്ച് മറിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥനക്കാരനല്ലേ, എന്നെ ഇട്ട് അദ്ദേഹം കളിയാക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാനൊരു കാര്യം നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോകും. ഞാൻ പറഞ്ഞു, എന്താണ്? എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരു പേപ്പറിൽ എഴുതി മേടിച്ച് നിങ്ങളുടെ അമ്മ സൗഖ്യം പ്രാപിക്കും. ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇതെൻ്റെ ബൈബിളിനകത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ബൈബിളിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഈ സഹോദരനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം തോന്നി. എന്നോട് പറഞ്ഞു, ബ്രദറിനെ ഞാൻ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു. ഞാൻ അന്ന് വൈകിട്ട് പോയി ഞാൻ ബൈബിൾ തുറന്നിരുന്ന് പ്രാർത്ഥിച്ചു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, സാരമില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയും